ഈ സർക്കാരിന്റെ പ്രയോറിറ്റി സമയം പ്ലീസ്. 5 മാസത്തെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നതല്ല. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ പണം കൊടുക്കുന്നതല്ല. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കേരളീയം നടത്തുകയാണ്, നവകേരള സദസ് നടത്തുകയാണ്. നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ പറയുന്നു അതാകരുത്. പ്രതിപക്ഷമാണ് ഞങ്ങൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ 5 മാസത്തെ കുടിശ്ശിക ഉടൻ തന്നെ തീർപ്പാക്കണമെന്ന് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. PC വിഷ്ണുനാഥ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസും നൽകി. മാത്രമല്ല, പെൻഷൻ കുടിശ്ശിക നൽകാൻ ഉള്ളതിലല്ല സർക്കാരിന്റെ മുൻഗണനയെന്നും നവകേരള സദസ്സ് നടത്തിപ്പിലെ അവകാശവാദങ്ങൾ മാത്രമാണ് സർക്കാരിന്റെ പരിഗണനയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കേരളീയം പദ്ധതിയാണെങ്കിലും നവകേരള സദസ്സ് പദ്ധതിയാണെങ്കിലും പ്രതിപക്ഷം വളരെയധികം വിമർശിച്ചിരുന്നു. ഇപ്പോൾ നിയമസഭയിൽ വീണ്ടും കേരളത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ പെൻഷൻ തുക ലഭിക്കാതെ മറിയക്കുട്ടി ചട്ടിയുമെടുത്ത് തെരുവിലിറങ്ങി പ്രതിഷേധം നടന്നതുവരെ ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല, ഐസക് തോമസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ചില വീഴ്ചകളും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആ വീഴ്ചകളെല്ലാം തന്നെ, അതായത് അദ്ദേഹത്തിന്റെ ചില നിലപാടുകളെല്ലാം തന്നെ അടുത്ത വർഷങ്ങളിൽ, ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തങ്ങൾ ആദ്യമേ വാണിംഗ് നൽകിയതാണ്. ഞങ്ങളിതെല്ലാം തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ള അനന്തരഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നെല്ലാം തന്നെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായിരുന്നു. 806 കോടി രൂപയുടെ ബാധ്യതയുണ്ട് എന്നെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു. അല്ല, ഞങ്ങളാണ് തടസ്സം ഉണ്ടാക്കിയത്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് ഉണ്ടാക്കി. ഞങ്ങൾ പറഞ്ഞു ഇതിൽ അപകടം പറഞ്ഞു. സാറേ, ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കി 2 ഞങ്ങൾ അതിന്റെ അപകടം പറഞ്ഞു. കിഫ്ബിയിലൂടെ എക്സ്ട്രാ ബജറ്ററി ആയിട്ട് പണം മേടിക്കുക. നിങ്ങൾ ഇലക്ഷൻ കാരണം കഴിഞ്ഞ ഇലക്ഷൻ രണ്ടാമത് ജയിക്കാൻ വേണ്ടിയിട്ട് ഈ പുറത്തു നിന്ന് തോമസ് ഐസക്ക് പുറത്തു നിന്ന് പണം ഉണ്ടാക്കി പെൻഷനൊക്കെ കൊടുത്താണ്. പുറത്തുനിന്ന് പണം ഉണ്ടാക്കി. ഇപ്പോ അങ്ങ് ധനകാര്യമന്ത്രി ആയതുകൊണ്ട് അതിനെ അനുഭവിക്കുകയാണ്. വരാനിരിക്കുന്ന സർക്കാരുകൾ അനുഭവിക്കുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി പ്രവചന സ്വഭാവത്തിൽ പറഞ്ഞു. കാരണം എന്താ, ഞങ്ങൾ പറഞ്ഞ വാചകം ഇവിടെ കിഫ്ബിയുടെ ബില്ല് വന്നപ്പോഴും ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനെ കുറിച്ച് വന്നപ്പോഴും കൃത്യമായി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എന്താ പറഞ്ഞത്, എക്സ്ട്രാ ബജറ്ററി എടുത്തു കഴിഞ്ഞാലും ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരണ്ടി അവിടെയുണ്ട്. ഈ കിഫ്ബിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും സെൽഫ് ഇൻകം ജനറേറ്റീവ് അല്ലല്ലോ. സെൽഫ് ഇൻകം ജനറേറ്റിംഗ് അല്ല. നിങ്ങൾ ഈ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുക്കും. എന്താ കാര്യം, നാഷണൽ ഹൈവേക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പണം എടുക്കുമ്പോൾ, പഴയ കാലം പോലെ എടുക്കും, ഞങ്ങളുടെ കാലം പോലെ എടുക്കുമ്പോൾ അത് ഇൻകം ജനറേറ്റീവ് ആണ്. ടോൾ കിട്ടുന്ന പൈസ നേരെ പോകുന്നത് NH നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന പണത്തിന് പോവാണ്. ഇവിടെ കിഫ്ബിയുടെ കയ്യിൽ നിന്ന് ഒരു സെൽഫ് ജനറേറ്റിംഗ് അല്ല. അതുകൊണ്ട് എന്താ, അതിന്റെ അന്തിമമായ ബാധ്യത മുഴുവൻ തിരിച്ച് ബജറ്റിലേക്ക് വരും. അത് ബജറ്റിലേക്ക് വന്നു. അതിന്റെ പിരിമുറുക്കം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ചെയ്തൊരു തെറ്റ് അന്ന് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാണോ ഞങ്ങളുടെ കുഴപ്പം? ഈ പെൻഷൻ ഫണ്ടും എക്സ്ട്രാ ബജറ്ററിയാണ്. പിന്നെ എന്തിന്റെ ക്രെഡിബിലിറ്റി, ബജറ്റിന്റെ വിശ്വാസ്യതയും ബജറ്റിന്റെ പവിത്രതയും എന്താണ്? എക്സ്ട്രാ ബജറ്ററി ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം അതിന്റെ പ്രഷർ മുഴുവൻ നിങ്ങൾക്കിപ്പോൾ ബജറ്റിനകത്തേക്ക് വന്നിരിക്കുന്നു. ഇപ്പോ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. സഞ്ചിത നിധിയിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ടായി. എന്നിട്ട് നിങ്ങൾ ഞെരുങ്ങിയിട്ട് ഞങ്ങൾ പറഞ്ഞത് ചെയ്യരുത്, അപകടമാണ് എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ സെക്ഷനിൽ നിന്ന് ഓർഡർ ഇറക്കിയിരിക്കുന്നു. എന്താ, ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ പെൻഷൻ ലിമിറ്റഡ് കമ്പനിക്ക് മാറ്റം. വിച്ച് വുഡ് ബി സർവീസ് ബൈ ദ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ത്രൂ ഇറ്റ്സ് ബജറ്റ്. ഇനി ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന്റെ ആ കമ്പനിയുടെ കാശ് മുഴുവൻ ഞങ്ങൾ ബജറ്റിലൂടെ തരാം. അതാ നേരത്തെ പറഞ്ഞത്, ബജറ്റിലൂടെ കൊടുക്കേണ്ടി വരും. അതിന്റെ പ്രഷറാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി പിന്നെ നിങ്ങളുടെ ദൂർത്ത്. അതേസമയം തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് എപ്പോഴും പെൻഷൻ തുക അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത കെട്ടിപ്പടുക്കുന്നതിനെ പറ്റി എല്ലാ ശ്രദ്ധയായിരുന്നെന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് പണം ദൂർത്താക്കാനുള്ള നടപടിയിലേക്കായിരുന്നു അവരുടെ ഏക ശ്രദ്ധ എന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഈ സർക്കാരിന്റെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്നതല്ല. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ പണം കൊടുക്കുന്നതല്ല. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കേരളീയം നടത്തുകയാണ്, നവകേരള സദസ്സ് നടത്തുകയാണ്. നിങ്ങൾ പറയുകയാണ്, ഞങ്ങൾ പറയുന്നു അതാകരുത്. പ്രതിപക്ഷമാണ് ഞങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി, ധാർമ്മികമായ ബോധ്യത്തോടു കൂടി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ദയവ് ചെയ്ത്
ധൂർത്തും അഴിമതിയും ആകരുത് നിങ്ങളുടെ പ്രയോറിറ്റി. നിങ്ങളുടെ പ്രയോറിറ്റി ലക്ഷക്കണക്കിന് വരുന്ന മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത, ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാത്ത ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നതായിരിക്കണം. അത് തയ്യാറാണോ? അതാകുമോ നിങ്ങളുടെ പ്രയോറിറ്റി? അതാകണം. സർക്കാർ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തി വെച്ചിട്ടുണ്ടെന്ന് ആരോപിച്ച് നിയമസഭയിൽ വലിയ രീതിയിലൊന്നും പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. തന്നെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായി തന്നെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലെ കണക്കുകളും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കണക്കുകളെല്ലാം തന്നെ വെച്ചുകൊണ്ട് താരതമ്യം നടത്തിക്കൊണ്ടായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഒരു കള്ളം നിങ്ങൾ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാലും അത് സത്യമായി മാറാൻ പോകുന്നില്ല. അത്തരത്തിലുള്ള ഒരു ചീട്ട് കൊട്ടാരം കെട്ടിപ്പടുക്കുകയാണ് നിയമസഭ എന്നെല്ലാം തന്നെ അദ്ദേഹം ആരോപിച്ചിരുന്നു. ആ ചീട്ടുകെട്ടാരങ്ങളെല്ലാം തന്നെ പൊളിച്ചെടുക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ അദ്ദേഹത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ആണെങ്കിലും വി എസ് അച്യുതാനന്ദന്റെ കാലത്തെ ആണെങ്കിലും തോമസ് ഐസക്കിന്റെ കാലത്തെ ആണെങ്കിലും പദ്ധതികളെക്കുറിച്ചും പെൻഷൻ പദ്ധതികളെക്കുറിച്ചും ആ തുകയെക്കുറിച്ചും അതിന്റെ കുടിശ്ശികയെക്കുറിച്ചും എല്ലാം തന്നെ വിശദീകരിക്കുകയായിരുന്നു.